അതെ, വിഷു ഇങ്ങെത്തി. ഇവിടെ വിഷുക്കണി ഒരുക്കാനായിട്ട് ഒരാളെ ഏൽപ്പിച്ചാണ് ദാ ഇരുന്ന് കളി കാണുകയാണ്. അമ്മ CSKയുടെ വലിയൊരു ഫാനാണ് കേട്ടോ. ഒരാളെ ഔട്ടാക്കിയതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ആ മുഖത്ത് കാണുന്നത്. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾ വിഷുക്കണി റെഡിയാക്കാനായിട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന കണിക്കൊന്നയ്ക്ക് 150 രൂപയാണ് കേട്ടോ അല്ല. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് കണിക്കൊന്ന നേരത്തെ കുറച്ച് പറിച്ച് വിറ്റിരുന്നെങ്കിൽ കുറച്ച് പൈസയെങ്കിലും ഉണ്ടാക്കായിരുന്നു. പിന്നെ കണിക്കൊന്നയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്, അറിയാമല്ലോ. നമുക്ക് കണിക്കൊന്ന ആവശ്യമുള്ള സമയമാകുമ്പോഴത്തേനും കണിക്കൊന്ന മരത്തിൽ ഒരു തുള്ളി കണിക്കൊന്ന പോലും കാണില്ല. അത് വേഗം തന്നെ പൊഴിഞ്ഞു പോകാറാണ് പതിവ്. അങ്ങനെ കണിയൊക്കെ കണ്ടു. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. വിഷു ആയ പിന്നെ നമ്മൾ പുതിയ കോടിയൊക്കെ കൊടുത്ത് അമ്പലത്തിൽ പോകണമല്ലോ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എയർ ഹാൻഡ്ലൂമിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് എടുത്തത്. ഒടുക്കത്തെ ചൂടായിരുന്നു. ഈ ഡ്രസ്സ് എങ്ങനെയെങ്കിലും എൻ്റെ ദേഹത്ത് നിന്ന് ഊരിക്കളയാനാണ് ഞാൻ ആദ്യം നോക്കിയത്. പക്ഷെ നമുക്കിന്ന് കുറച്ച് വിരുന്നുകാരുണ്ട്. അവരെയൊക്കെ ഈ ഡ്രസ്സ് കാണിച്ചിട്ട് വേണം നമുക്കിതൊക്കെ ഊരിക്കളയാനായിട്ട്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പായസമൊക്കെ കുടിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് നമ്മുടെ വിരുന്നുകാർ വരുന്നത്. വേറെ ആരും അല്ല, രാഹുലേട്ടനും രാഹുലേട്ടൻ്റെ വീട്ടുകാരും ആയിരുന്നു. ചൂടത്ത് വന്നേയല്ലേ, ഒരു സ്കൂൾ ഡ്രിങ്ക്സിൽ നിന്ന് തുടങ്ങാം. രാഹുലേട്ടന് ക്രിക്കറ്റ് കളിയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ബാറ്റ് എടുത്ത് 2 വീശാനൊക്കെ നോക്കിയിട്ടുണ്ട്. നിശ്ചയം കഴിഞ്ഞിട്ടുള്ള ആദ്യ വിഷയം ആയതുകൊണ്ട് തന്നെ അവരിങ്ങോട്ട് വന്ന് കോടിയും കൈനീട്ടും ഒക്കെ തരണം. പിന്നെ കണ്ണാടി ഉണ്ടാ വിടാത്ത എന്നെ ഞാനായതുകൊണ്ട് തന്നെ രാഹുലേട്ടനെ പിടിച്ചിരുത്തി 5-6 ഫോട്ടോയൊക്കെ എടുത്തു. ഇങ്ങോട്ട് മാത്രം പോരല്ലോ, അങ്ങോട്ടും കൊടുത്തു കോടിയും കൈനീട്ടും ഒക്കെ. പിന്നെ ഉച്ചയായപ്പോഴത്തേനും ചെറിയ രീതിക്ക് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു. ഊണ് കഴിച്ച ക്ഷീണം മാറാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും കുറച്ചേരം കാര്യമൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഇന്നത്തെ പറ വരുന്ന കാര്യം ഞങ്ങളങ്ങ് മറന്നുപോയത്. വിഷ്ണുത്താമ്മയുടെ പറ ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് വരുന്നത്. അവരുടെ ഇവിടെ ഇങ്ങനെയൊന്നും അല്ല പറ, അവർക്ക് വേറെ എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്നൊക്കെ അവർ പറയുന്നിട്ടു. പിന്നെ ഈവനിങ് ആയപ്പോഴത്തേക്കും ചായയും കടിയൊക്കെ കഴിച്ചിട്ട് അവരെ ഞങ്ങൾ പറഞ്ഞു വിട്ടു. എന്തായാലും ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് 2 മുന്തിരി ഇങ്ങനെ പറക്കി തിന്നണം, അല്ലെങ്കിൽ ഒരു മനസ്സുഖമില്ല. സീ യു സൂൺ.